പിള്ളേരെ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? എങ്ങനെ ഉറക്കം വരാൻ അമ്മ? എപ്പോ തുടങ്ങി മഴ ചെയ്ത്? എനിക്ക് വയ്യ, തണുക്കുകയും ചെയ്യുന്നു. മഴ കേട്ടിട്ട് പേടിയാവുന്നു. എനിക്ക് ഉറക്കം വരാത്തത് എപ്പോ തുടങ്ങി മഴ ചെയ്ത്? ഒന്നും തോരുന്നതേ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു മിക്കവാറും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരുന്നാലോ? സമയം ഇപ്പൊ എത്രയായി? 1 മണിയായില്ലേ? അപ്പുചേട്ടനും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും പേടി വരത്തില്ലായിരുന്നു. അപ്പുചേട്ടനും അച്ഛനും നാളെ തന്നെ എത്തും. അപ്പുവിന് പിന്നെ നവോദയയുടെ പരീക്ഷ ഇന്നല്ലായിരുന്നോ? അപ്പൊ അവര് നാളെ എത്തും. അമ്മ, അപ്പുചേട്ടനാണെങ്കിൽ നവോദയയുടെ പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കത്തുള്ളൂ, ഇവിടെ നിൽക്കുന്നില്ലേ? പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹോസ്റ്റലിൽ നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടിയിട്ടല്ലേ നോക്കിയത്. ഹോസ്റ്റലിലാകുമ്പോൾ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇവിടെ ആകുമ്പോഴത്തേക്ക് നിങ്ങളോടൊക്കെ കളിച്ച് നടക്കും. ഹോസ്റ്റലിലാകുമ്പോൾ നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും. അയ്യോ, എന്നാലും വിഷമം വരുന്നേ അപ്പുചേട്ടൻ പോകുന്ന ഓർത്തിട്ട്. അതിനെന്തോ മോളെ, ഒരു 2 വർഷത്തെ പഠിത്തമല്ലേ ഉള്ളൂ. 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരത്തില്ലേ? എനിക്കിപ്പോ തോന്നുന്നു ആ നവോദയ പരീക്ഷയ്ക്ക് ചേട്ടൻ തോറ്റാ മതിയായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ നിന്നോളൂല്ലോ. നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്കും പിള്ളേരെ. ഇപ്പൊ വേണ്ട 2 മണിയാറായി സമയം. അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് എനിക്ക് മഴ കാരണം പേടിയാവുന്നു. ഈ മഴ എപ്പോ നിൽക്കും? മഴ ഇന്നൊന്നും തോരുന്ന മട്ടില്ല. ഞാനും അതുകൊണ്ട് ഉറങ്ങാത്ത ഈ മഴ കാരണം. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കും. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞാൻ കിടന്നുറങ്ങാൻ പോവാട്ടോ. അമ്മ അത്രയ്ക്ക് ഉറക്കം വന്നിട്ടിരിക്കുവായിരുന്നു. അതേ പറഞ്ഞു തീർന്നില്ല, അപ്പൊ തന്നെ കിടന്നുറങ്ങി. അയ്യോ, എന്റെ കാല് നനഞ്ഞല്ലോ. ആരാ പിള്ളേരെ എന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചത്? അയ്യോ പിള്ളേരെ, വെള്ളം പുറത്തു നീ അകത്തോട്ട് കയറുവാണല്ലോ. എടി കുറച്ചുകൂടെ നീങ്ങിയിരിക്കും, ഞാനിവിടെ കട്ടിലേക്ക് കയറിയിരിക്കട്ടെ. കുറച്ച് വെള്ളം കാണത്തുള്ളായിരിക്കും. ചിലപ്പോഴേ മഴ നന്നായിട്ട് പെയ്തപ്പോഴും മുറ്റത്തെല്ലാം വെള്ളം നടന്ന് ഇങ്ങോട്ട് അകത്തോട്ട് കയറുമായിരിക്കും വെള്ളം. അതേ പിള്ളേരെ, വെള്ളം കൂടിക്കൂടി വരുന്നു. എടി അച്ചു, കാല് കയറ്റി മേളിൽ വെക്കടി, വെള്ളത്തിൽ ഇട്ടേക്കാതെ. എന്നാലും വീട്ടിൽ വന്ന വെള്ളമല്ലേ, വെറുതെ എങ്ങനെ പറഞ്ഞു. നല്ല രസം കാല് മുക്കിയിരിക്കാൻ. എടി ശരിയാടി അച്ചു, കാല് കയറ്റി മേളിൽ വെക്കാന്. സമ്മതിക്കത്തില്ല. അല്ല, ഇപ്പൊ നിങ്ങളുടെ പേടിയൊക്കെ അങ്ങ് മാറിയോ വെള്ളം കണ്ടപ്പോഴേ? അയ്യോ, ഞാനാണെങ്കിലേ ഉണങ്ങിയ തുണിയാണെങ്കിൽ കുറച്ച് ഞാൻ തറയിലിട്ടിട്ടുണ്ടായിരുന്നു. ദൈവമേ, അത് മൊത്തം നനഞ്ഞു ഒഴിഞ്ഞു കാണും. പിള്ളേരെ, ഞാൻ പോയി അടുക്കളയിലെ സാധനങ്ങളൊക്കെ അരിയൊക്കെ എവിടെ ഇരിക്കും നോക്കട്ടെ കേട്ടോ. തുണി എന്തായാലും നനഞ്ഞു ഒഴിഞ്ഞു കാണും. ആ അരിയും സാധനമൊക്കെ താഴെ ആണെങ്കിൽ അത് മൊത്തം നനയും. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങണ്ട കേട്ടോ. പക്ഷെ എന്തോ ചെയ്യാനെന്ന് പറ, വെള്ളം കൂടി വരുവാന്നല്ലോ. അയ്യോ, അമ്മയുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഴപ്പമില്ല, അലമാര ഞാൻ വേറെ എടുത്തിട്ടോളാം. എടി, മിക്കവാറും ഈ കട്ടിലേ കയറും വെള്ളം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ നിലയിൽ പോയി കയറാം. രണ്ടാമത്തെ നിലയിലോട്ട് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ദേഹം മൊത്തം നനയാ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് നേരം കൂടെ നോക്കാം. ഈ കട്ടിൽ നനയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോവാം. ഇത് എന്തൊരു കഷ്ടം പിടിച്ച കാര്യമാ. അരി എല്ലാം നനഞ്ഞ്. കബോർഡ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളം കയറും. അയ്യോ, വെള്ളം കൂടി വരുവാണല്ലോ. എന്റെ കഴുത്തറ്റാകും മിക്കവാറും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? 10,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളാണ് മൊത്തം നനഞ്ഞു കുഴഞ്ഞു പോയേക്കുന്നത്. എന്തിനാച്ചോ ഇങ്ങോട്ട് വന്നത്? ആ കട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? അമ്മ, കട്ടിൽ മുങ്ങാറായി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അതെങ്ങനെയാ? മഴ നിൽക്കുന്നില്ലല്ലോ ഇത്ര നേരമായിട്ട്. മഴ പെയ്തോണ്ടിരിക്കുവല്ലേ, വെറുതെ അല്ല വെള്ളം ഇതിന് കൂടി വരുന്നത്. അമ്മ, ഞാൻ ഈ വെള്ളത്തിൽ കുളിക്കാൻ പോവാ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തോ കുളിക്കാനാ? അല്ലേ തന്നെ നമ്മൾ മൊത്തം നനഞ്ഞില്ലേ? അങ്ങനല്ല, ഞാൻ അല്ലാതെ മൊത്തത്തിൽ തലയെല്ലാം മുക്കി കുളിക്കാൻ പോവാ. എടി പെണ്ണ്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇത് അഴുക്ക് വെള്ളമാ, മുറ്റത്തൊന്നും കയറി വരുന്ന അഴുക്ക് വെള്ളം. നീ ഇതിനകത്ത് തല മുക്കാൻ പോവാണോ? ഇതേ നോക്ക്, ആ പാത്രം മൊത്തം ചെളിയായി അടിയിരുന്നത്. അമ്മ, വലിയ മീനൊക്കെ ഉണ്ട്. മീനെ കണ്ടോ നീ? അമ്മ, വലിയൊരു മീനമ്മേ, ഇതേ അതിന്റെ അടിയിലോട്ട് പോയി. എവിടെ എവിടെ മീന്? എന്റെ തേടി വലിയൊരു മീനെ കണ്ടിട്ട് ഞാനിപ്പോഴേ. അമ്മ, ആ വല ഇങ്ങെടുത്തോണ്ട് ഇറങ്ങി നമുക്ക് മീനെ പിടിക്കായിരുന്നു. പിന്നെ ഇനി മീൻ പിടിച്ചിട്ട് എവിടെ ഇട്ട് ഉണ്ടാക്കും? ഇപ്പം നോക്ക്, അടുക്കള മൊത്തം വെള്ളം കയറി കിടക്കുന്നത്. അമ്മയുടെ പറച്ചിൽ കേട്ടതൊന്നും ഞങ്ങളാന്ന് തോന്നുന്നു ഇവിടെ വെള്ളം നിറച്ചത്. അതല്ലേ, ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ മീനെ പിടിക്കാൻ നടക്കുന്നത്? മഴ തോർന്നും തോന്നുന്നു കേട്ടോ. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ. പിള്ളേരെ, മൊബൈലൊക്കെ എടുത്ത് മുകളിലാണോ വെച്ചേക്കുന്നത്? അതോ മൊബൈലൊക്കെ വെള്ളം കയറിയില്ലേ? ഇല്ലമ്മേ, മൊബൈലൊക്കെ ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രീസറിലോ? ഫ്രീസറിലല്ല, ഫ്രിഡ്ജിന്റെ ഏറ്റവും മുകളിൽ. പിള്ളേർ ഒരു കാര്യം ചെയ്തേ, നനയായിരിക്കുന്ന കുറെ പൊടികളൊക്കെ ഉണ്ട്, അതെടുത്ത് അപ്പുറത്തോട്ട് കയറ്റി വയ്ക്കും. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്, അതൊന്നും നനഞ്ഞിട്ടില്ല. പെട്ടെന്ന് നമുക്ക് അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുപോകും. അതെ, ഇവിടെ വെക്കും. ഡി അമ്മു, അമ്മ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് നീന്തി നോക്കട്ടെ. അച്ചു, നീ എന്റെ അടി വാങ്ങി കേട്ടോ. എന്താ അമ്മ, അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാന്. അതാ പറഞ്ഞത്, അടി കിട്ടും നീ തന്നെ പഠിച്ചോളും. നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ നീ എന്തിനു ആവശ്യമില്ലാതെ വെള്ളത്തിനകത്ത് കിടന്ന് നടക്കുന്നത്? നീ വെള്ളത്തിൽ കളിക്കാനുള്ള സമയം എപ്പോഴും ഇത്ര കണ്ട വെള്ളം കയറി കിടക്കുക. എങ്ങനെയെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് മാറ്റാനുള്ള നീ വെള്ളത്തിൽ കളിക്കാൻ നടക്കുന്നത്. അയ്യോ, കൊച്ചിനെ പിടിച്ച് തള്ളി ഇട്ടോ നീ? നമ്മുടെ മാമന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ കുളം ഉണ്ടായിരുന്നല്ലോ, അന്നേരം ഞാൻ പഠിച്ചതാ. ആ മാമൻ എന്നെ പഠിപ്പിച്ചു തന്നെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാനും. അയ്യോ, ഇതെന്തോ ഈ കാണിക്കുന്ന ഈ കൊച്ച്? എടി, നീ ഇങ്ങോട്ട് നേരെ നിന്ന് എഴുന്നേറ്റ്. തലയെല്ലാം വെള്ളമായി. എടി, എന്നെയും കൂടെ പഠിപ്പിക്കടി. ഇതെങ്ങനെയാടി രസമുണ്ട് കാണാൻ. പിന്നെ ഇനി അതിന്റെ കുഴപ്പം കൂടെ ഉണ്ട് ഇതിന് പഠിക്കാൻ.
എടി ഞാനും കൂടെ അങ്ങനെ കിടന്നു നോക്കട്ടെടി. അയ്യോ അങ്ങനൊന്നും കിടക്കല്ലേടി, നീ മുങ്ങിപ്പോവും. മുങ്ങിപ്പോയാൽ പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ പിടിച്ചു കയറ്റാം. പക്ഷെ അതല്ല, നിന്റെ മൂക്കിലെല്ലാം വെള്ളം കയറും. ഇതിന് നല്ല പ്രാക്ടീസ് വേണം. നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്നിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടി നല്ലി, നീ എന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ പോയപ്പോൾ പഠിച്ച കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അന്ന് ഞാനും ഒന്നല്ലോ നിന്റെ കൂടെ. എന്നിട്ട് നീ എന്നിട്ട് എന്നോട് പറയാൻ ഈ കളത്തിലാ കാണിച്ചില്ലേടി. അതിനെന്താ ഇത്ര കള്ളത്തിലിരിക്കുന്നത്? വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കാൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അമ്മാവനോട് ചോദിച്ചിട്ട്. അമ്മാവൻ എന്നെ പഠിപ്പിച്ചത്. അതിന് ഞാൻ എന്തോ കള്ളം കാണിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്തോ ഞാൻ പറയാൻ വിട്ടുപോയതാ. എടി ഇതേ ഈ ചിക്കൻ എന്താ ആ ഫ്രിഡ്ജിനകത്തോട് കൊണ്ടുവച്ചിട്ട് വാ. ചിക്കനോ? ഇതെന്തോ ഫ്രിഡ്ജിൽ ഇരിക്കല്ലായിരുന്നോ? ഇതെന്താ അടുക്കള വന്ന്? ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അടുക്കളയിൽ കൊണ്ടുവച്ചതാ ഫ്രിഡ്ജിൽ നിന്ന്. ഇതേ അപ്പോഴല്ലേ ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്നത്. കൊതി വരുന്നേ. അയ്യോ എനിക്ക് കൊതി വരുന്നു. അമ്മേ ചിക്കൻ വറുത്തതാ. കൊച്ചേ ചിക്കൻ വറുത്ത് തരുമില്ല. ഞാൻ ഈ രണ്ടെണ്ണത്തിന് തലയ്ക്കൊക്കെ അടിക്കും. ചിക്കൻ്റെ ഓരോ കാല് ഞാൻ പിഴുതെടുത്തിട്ട് കേട്ടോ. ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് ഞാൻ എങ്ങനെ വറക്കാൻ ഈ പറയുന്നത്? അമ്മേ മഴ പിന്നെയും പെയ്യും തുടങ്ങി. അയ്യോ എനിക്ക് വെള്ളം ഇനിയും കയറും തോന്നുന്നു. വാ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കത്. വെള്ളം ഏറിയേറി ഇനി ഈ നില മൊത്തം മുങ്ങും എന്തോ. അടുക്കളയിലെ സാധനമൊക്കെ പറക്കിയാൽ മതി, ഞാനും അപ്പുറത്തോട്ട് പോകാം. എനിക്ക് വലിയ പേടിയാവുന്നു. ദൈവമേ, കട്ടില് മൊത്തം പൊങ്ങിയല്ലോടി. അയ്യോ ഫോണിന്റെ ചാർജർ ഞാൻ ഇവിടെ ഇട്ടേക്ക് വരുന്നു. എന്നിട്ട് നീ എടുത്തു വെച്ചില്ലായിരുന്നോ? അയ്യോ ഇല്ലടി, ഞാൻ മറന്നുപോയി. അമ്മ എന്നെ കൊല്ലും. അതിരിക്കട്ടെ, ഫോൺ എവിടെ കൊണ്ടുവച്ചു നീ? അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചെന്ന്. പിള്ളേരെ ഇപ്പുറത്ത് മുറിയിലോട്ടൊന്ന് വന്നേ. ഓ അമ്മ തുടങ്ങി ഇനി ഓരോ ജോലി ചെയ്യിക്കാൻ. എനിക്ക് വയ്യ. ഒന്നാമത് വെള്ളത്തിൽ നിന്ന് വയ്യ, അതിന്റെ കൂടെ ജോലി കൂടെ ചെയ്യണം. എന്നിട്ട് വാ പിള്ളേരെ, ഓടി വന്നേ. അയ്യോ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഈ സോഫയുടെ പുറത്തോട്ട് കയറി. എന്താ അമ്മേ, അല്ലെങ്കിൽ നനഞ്ഞിരിക്കില്ല. ഇനി സോഫയുടെ പുറത്ത് നിന്നിട്ട് കാര്യം എന്താ? നിങ്ങൾ അങ്ങോട്ട് നോക്കി, എന്നിട്ട് ഭയങ്കരമായിട്ട് അവിടെ ഓളം കാണുന്നു. ഓ മഴ എന്തായാലും തോർന്നു കേട്ടോ. ഇനി അടുത്ത മഴ എന്തായാലും ഉടനെ കാണും. എന്നിട്ട് അമ്മ എന്തായാലും കാര്യം പറഞ്ഞത്, എന്തായാലും ഓളം കാണുന്നൊക്കെ. പിള്ളേരെ ഇത് മുതലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മുതലയാണോന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല, പക്ഷെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ വർക്കരിയുടെ ഡോർ ആണെങ്കിലേ നല്ലപോലെ അടച്ചില്ലായിരുന്നു കേട്ടോ. കുറ്റിയിടാൻ മറന്നുപോയി. അതായത് നോക്കിയപ്പോൾ അതേ തുറന്നു കിടക്കുന്ന ആ വാതില്. അതുവഴി ഇപ്പൊ വെള്ളം മൊത്തം കയറി ഇതിനകത്തോട്ട്. എനിക്ക് തോന്നുന്നു അതുവഴി ആയിരിക്കും ഈ മുതലകത്ത് കയറിയത്. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണ്ട പിള്ളേരെ, നമുക്ക് എന്തായാലും സോഫയിൽ തന്നെ ഇരിക്കാം. അയ്യോ രാത്രി മൊത്തം നമ്മൾ ഉറക്കൊഴിച്ചിരുന്നില്ലേ? എന്തായാലും നേരം വെളുത്തല്ലോ അമ്മേ. പക്ഷെ അമ്മ നീ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണല്ലേ ഈ മുതലേ കണ്ടത്? അത് ഇപ്പഴും കണ്ട് കയറി വന്നാ മുതല. ഇപ്പൊ ഒരു 5-10 മിനിറ്റ് ആയി കാണത്തുള്ളൂ. ഞാൻ ഇതുവഴിയൊക്കെ നടന്നായിരുന്നു മുമ്പ് രാത്രിയിലെല്ലാം. ഇവിടെ ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. ഇത് ഇപ്പോഴെപ്പോ കയറിയതാ മുതലിനകത്ത്. അമ്മേ അച്ഛനൊക്കെ എപ്പോ വരും അമ്മേ? അപ്പൂന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞാണോ? അപ്പൂന്റെ പരീക്ഷ ഇന്നലെ കഴിഞ്ഞിട്ട് മോളെ. എന്തായാലും അവർ ഇന്ന് രാവിലെ എത്തുമെന്നാ പറഞ്ഞത്. അച്ഛൻ എത്തിയായിരുന്നെങ്കിൽ ആശ്വാസമായേനെ. ഇറങ്ങി വാ അച്ഛാ പെട്ടെന്ന്. അയ്യോ ഇതെന്തോ മോനെ വെള്ളപ്പൊക്കോ? പെട്ടെന്ന് കൊട എടുക്കച്ചാ. അയ്യോ ഇതെന്തൊരു മഴയോ മോനെ ഇത്. ഓ ഇങ്ങനെ മഴ പെയ്താ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലെങ്കിൽ അതിശയിച്ചാ മതി. ഓ നമ്മൾ അവിടുന്ന് ബസ് ഇവിടുന്ന് ഇറങ്ങുന്ന വരെ മഴയായിരുന്നല്ലോ. മൊത്തത്തിൽ മഴ ഇപ്പൊ. നമ്മളിനി എങ്ങനെ വീട്ടിലോട്ട് പോകുവച്ചാ? ഓ എനിക്ക് വയ്യ, വീട്ടിലങ്ങനെ വെള്ളം കയറിയോ? ഇനി ഇവിടെ വരെ വെള്ളം പൊങ്ങിയ സ്ഥിതിക്ക് എന്തായാലും വീട്ടിൽ വെള്ളം കയറി കാണും. അവരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛാ. അയ്യോ ഫോൺ വല്ലതും വെള്ളത്തിൽ പോയോ എന്തോ ഇനി. മോനെ നമുക്കൊരു കാര്യം ചെയ്യാം. പടിഞ്ഞാറ്റേക്കരയിലെ ആ കണ്ടമില്ലേ, ആ കണ്ടത്തിന്റെ സൈഡിൽ കൂടെ ഒരു വരമ്പുണ്ടല്ലോ, അതുവഴി പോകാം. വേഗം വാ. അയ്യോ അച്ഛാ നമ്മുടെ വീടിന്റെയാ കാണുന്നത്. പകുതി മുങ്ങിയില്ല വീട്. ഓ മോനെ പകുതിയൊന്നും മുങ്ങിയിട്ടില്ല. എന്തായാലും മുകളിലത്തെ നിലയിലൊന്നും കയറിയിട്ടില്ല. താഴത്തെ നിലയുടെ പകുതി വരെ കയറിയിട്ടുള്ളൂ. താഴത്തെ നിലയിലായിരിക്കും അവര്, അത് മുകളിലാണോ എന്തോന്നും അറിയാൻ വയ്യല്ലോ. നമ്മളിനി അതുവഴി എങ്ങനെ പോകും അച്ഛാ? നീന്തി പോകാൻ പറ്റുമോ? നീന്തി പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കഴുത്തറ്റം വരെ കാണും വെള്ളം. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ആഹാ രാമൻ ചേട്ടനോ? ഓ കണ്ടില്ലേ മക്കളെ, ഇതുവരെ ഇങ്ങനെ വെള്ളം ഇത്രയും കേറിയിട്ടുണ്ടോ? ആ വയല് മൊത്തം മുങ്ങി. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് കൃഷി ചെയ്തതാ. ഇതോ ആ നെല്ലാണെങ്കിൽ എല്ലാം വിളഞ്ഞു നിൽക്കുമായിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊയ്ത്ത് നടത്തായിരുന്നു. പക്ഷോ എന്ത് ചെയ്യാനെന്ന് പറയാൻ, നെൽവയല് മൊത്തം വെള്ളം കയറി. ആ വയലിനകത്ത് ആ നെല്ല് മൊത്തം വെള്ളം കയറി പോയി. രാമൻ ചേട്ടൻ വിഷമിക്കണ്ട, നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. കഴിഞ്ഞ വർഷം രാമൻ ചേട്ടന് നല്ല ലാഭം കിട്ടിയതില്ലേ. എന്തായാലും ദൈവം ഇപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അടുത്ത വർഷം എന്തായാലും രാമൻ ചേട്ടന് നല്ലൊരു വിളവെടുക്കാൻ പറ്റും. എന്നാലും അധ്വാനത്തിന്റെ ഫലം ഇങ്ങനെ ആയിപ്പോ എന്റെ മോനെ. രാമൻ ചേട്ടൻ കണ്ടില്ലേ, ഞങ്ങളുടെ വീടിന്റെ പകുതി വരെ വെള്ളം കയറി. എന്തുമാത്രം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആയിരിക്കും നശിപ്പിച്ചു പോയത്. ആ TV എല്ലാം ഞങ്ങളുടെ വീടിന്റെ അടിയിരിക്കുവായിരുന്നു. അവർക്ക് ഇനി അത് എടുത്ത് മോളിൽ കയറ്റി വെച്ചോ ഒന്നും അറിയാൻ പോയി. ഞങ്ങളെങ്കിൽ ആ തക്ക സമയത്ത് തന്നെ ഇവിടെ ഇല്ലതായിപ്പോയി. അതിരിക്കട്ടെ, നിങ്ങളിത് എവിടെ പോയിട്ട് വരുവാ? അമ്മാവ എനിക്കാണെങ്കിലേ പരീക്ഷ ഉണ്ടായിരുന്നു നവോദയയുടെ. അത് എഴുതാൻ വേണ്ടിട്ട് പോയത് ഞങ്ങൾ കൊല്ലത്ത്. അപ്പൊ ഇന്നലെ പോയതായിരുന്നു, ഇന്നലെ ആയിരുന്നു പരീക്ഷ. അപ്പൊ ഇന്ന് രാവിലെ എത്താൻ പറ്റിയത് ഇവിടെ. എന്നാ പിന്നെ വീട്ടിലോട്ട് പെട്ടെന്ന് ചെല്ല്. എന്നാ ശരി രാമൻ ചേട്ടാ. അമ്മ ഇപ്പൊ മുതലേ കണക്കൊന്നും കാണുന്നില്ലല്ലോ. മുതലേക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്. അതാണെങ്കിൽ ഇരയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ കിടക്കും. ഓ കാട്ടുതന്നെ പോയെന്ന് തോന്നുന്നു. എന്തായാലും ആക്രമിക്കാൻ വന്നല്ലോ. അതേ മോളെ, ഇത് ഇപ്പൊ തന്നെ നമ്മളെ പിടിക്കേണ്ടതല്ലായിരുന്നു. ഇത് ഇതിന്റെ അടി തന്നെ ഉണ്ട്.
എന്തായാലും വെള്ളം കുറച്ച് താണിട്ടുണ്ട്. ശരി അമ്മ, ഇപ്പൊ മഴ പെയ്യുന്നില്ലല്ലോ, വെള്ളം കുറച്ച് താണ്. എന്നാലും ആ മുതല പോയി കാണണമെന്നില്ലല്ലോ. എടി സുശീലേ, സുശീലേ, അമ്മേ. അയ്യോ അത് അച്ഛനും അപ്പവും ഇല്ലയോ? അയ്യോ അമ്മ, ഇനി അവരെ മുതല പിടിക്കത്തില്ലേ? അയ്യോ അച്ഛൻ ഇങ്ങോട്ട് വരല്ലേ? അയ്യോ നിങ്ങൾ അവിടെ തന്നെ നിന്നോ, അകത്ത് കയറല്ലേ? എടി എടി, നിങ്ങൾ എവിടാ? അമ്മേ, ദേ ഇവിടെ ഒരു സംഭവം നടന്നു. എടി ദേ ഇവിടെ ഒരു മുതല. ചേട്ടാ അതാ നിങ്ങളോട് പറഞ്ഞു ഇങ്ങോട്ട് കയറല്ലേന്ന്. മുതല് നിങ്ങളെ പിടിക്കും. ഇല്ലടി, മുതല നീ പിടിക്കത്തില്ല. മുതല ദേ ഇവിടെ കുടുങ്ങി കിടക്കുന്നു. എന്താ ചേട്ടൻ ഈ പറയുന്നത്? മുതല് കുടുങ്ങി കിടക്കുന്നോ? ആ അതെ അമ്മേ, ദേ ഇവിടെ മുതല കുടുങ്ങി കിടക്കുക. ഒരു നെറ്റിനകത്താ കുടുങ്ങി കിടക്കുന്നത്. അത് ഏത് നെറ്റിനകത്താ അമ്മ മുതല കുടുങ്ങി കിടക്കുന്നത്? ഇനി പൊതുവലക്കകത്താണോ കുടുങ്ങി കിടക്കുന്നത്? ആ കൊതുവലക്കകത്തായിരിക്കും. ഞാൻ ഇന്നലെ കൊതുവല കെട്ടിയതല്ലേ ഉള്ളൂ നമ്മൾ കിടക്കുന്നിടത്ത്. അയ്യോ ചേട്ടാ, ദേ കൊതുവലക്കകത്താ നിന്റെ കുരുങ്ങി കിടക്കുന്നത്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് വനവകുപ്പിനെ അറിയിക്കാം. അത് ശരിയാച്ചാ, പെട്ടെന്ന് വനവകുപ്പിനെ വിളിച്ചോ. ഓ, എന്തായാലും ഇത് കുടുങ്ങിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അത് കൊന്നു തിന്നേനെ. എടി നിങ്ങളെ മാത്രമല്ല, ഞങ്ങൾ കയറി വന്നപ്പോ ഞങ്ങളെ കൂടെ കൊന്നേനെ അത്. ഓ ഭാഗ്യമല്ലത്, എന്താ പറയാ.